ആവോലി ഫ്രൈ ചെയ്യാനായിട്ട് 2 മീഡിയം സൈസ് ആവോലി ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വരഞ്ഞു വെച്ചിട്ടുണ്ട്. അതവിടെ മാറ്റി വയ്ക്കാം. ഒരു മസാല തയ്യാറാക്കാം. 5-6 ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി 2-3 കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. 5-6 വെളുത്തുള്ളി, ഇത്രയും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇനി 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്. അത് അരച്ചതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക. ഇതിൽ നിന്ന് 3/4 ഭാഗത്തോളം മസാല നമ്മുടെ ആവോലിയിൽ തേച്ച് പിടിപ്പിക്കാനായി ഇവിടേക്ക് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇപ്പോൾ ഇവിടെ ആവോലിയിൽ നല്ല രീതിയിൽ മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ച് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് മസാല ബാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ നമ്മൾ മാറ്റിവെച്ച മസാല സ്വല്പം വെള്ളം ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കുക. ഒന്ന് വറ്റി വന്നാൽ ഇതിലേക്ക് 2-4 കറിവേപ്പിലയുടെ അല്ലി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നല്ല രീതിയിൽ നമ്മുടെ മസാല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. എണ്ണയെല്ലാം നല്ല രീതിയിൽ തെളിഞ്ഞ് വരുന്നതോടുകൂടി നമുക്ക് ഇവിടെ കറിവേപ്പില നിരത്തി വയ്ക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആവോലി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് ശേഷം നമുക്ക് ഒരു ഭാഗം ഫ്രൈ ആയി കിട്ടും. അതിനുശേഷം മറിച്ചിട്ടിട്ട് മറ്റേ ഭാഗവും 5 മിനിറ്റ് നേരം ചെറിയ തീയിലിട്ട് വേവിച്ചാൽ നമ്മുടെ ആവോലി ഫ്രൈ റെഡിയാവും. രുചികരമായിട്ടൊരു ആവോലി ഫ്രൈ ആണിത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇത് അധികം വലിപ്പമില്ലാത്ത ആവോലിയാണ്, അതുകൊണ്ടാണ് ഞാൻ മുറിക്കാതെ ഇട്ടിട്ടുള്ളത്. സ്വല്പം എണ്ണ കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ആവോലി ഫ്രൈ ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം മറക്കാതെ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീണ്ടും ഇതുപോലുള്ള വീഡിയോകളുമായി വരും. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ജനാർദ്ദനൻ മൂക്കുതല. ബായ്.